പുരോഹിതരുടെ സംരക്ഷകനായിട്ടുള്ള മാതാവിന്റെ മാധ്യസ്ഥം ഈ കുടുംബത്തോടൊപ്പം ആയിരിക്കട്ടെ. ഈ കുടുംബത്തിൽ നല്ലൊരു ദൈവവിളി നൽകുന്നതിന് അമ്മയുടെ മാധ്യസ്ഥ സഹായം ഈ കുടുംബത്തിനുണ്ട്. തിരുകുടുംബത്തിന്റെ സംരക്ഷണായ യോസേപ്പിതാവെ, പുരോഹിതരുടെ സ്വർഗീയ മധ്യസ്ഥനും കൂടിയാണല്ലോ, പുരോഹിതരുടെ ബ്രഹ്മചാരികളുടെ സംരക്ഷണം കൂടിയാണല്ലോ യോസേപ്പിതാവ്. യോസേപ്പിതാവെ, ദൈവത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. എന്ന് പറഞ്ഞവരുമേ സ്വസ്തി കർത്താവ്, അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ അതിഥി ഫലമായ ഈശോ സ്വസ്തി കർത്താവ്, അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ അതിഥി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. സ്വസ്തി കർത്താവ്, അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ അതിഥി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നാളെ ജയമോൻ ധരിക്കുന്ന ഈ വിശുദ്ധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആചാര്യന്മാർക്ക് വേണ്ടി പ്രത്യേക വസ്ത്രങ്ങൾ നിർമ്മിക്കണമെന്ന് മോശയോട് കൽപ്പിച്ച ദൈവമേ, തിരുക്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുവാനുള്ള വസ്ത്രങ്ങൾ ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടും കൂടെ ധരിക്കുവാനും യോഗ്യമായ വിധത്തിൽ അങ്ങേ സന്നിധിയിൽ വ്യാപരിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ലോകചിന്തകളിൽ നിന്ന് ഉയർന്ന് സ്വർഗീയ ജീവൻ നയിക്കുവാൻ ഇവ ഞങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദേവാലയത്തിലെ ഉപയോഗത്തിലുള്ള തിരുപാത്രങ്ങൾ വിലയേറിയ സ്വർണം കൊണ്ട് നിർമ്മിക്കണമെന്ന് പൂർവ്വന്മാരോട് കൽപ്പിച്ച ദൈവമേ, അങ്ങേ തിരുകുമാരന്റെ തിരുശരീര രക്തങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഈ പുസ്തകത്തിൽ ഈ കാസായും ഈ പീലാസായും ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇത് കൈകാര്യം ചെയ്യുന്നവരെ, ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ രാത്രിയിൽ ഏറ്റവും ശാന്തമായിട്ട് വിശ്രമിക്കുവാനും നാളെ നിയോഗമേൽക്കുന്ന വലിയ ദൗത്യം ഏറ്റവും പ്രാർത്ഥനയോടും ശാന്തതയോടും കൂടി സ്വീകരിക്കാൻ കൃപകൾ നൽകി ജയമോനെയും അതോടൊപ്പം തന്നെ നാളത്തെ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവ്വം കാക്ഷിച്ച് കാത്തു നിൽക്കുന്ന ഈ കുടുംബാംഗങ്ങളെയും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി രാത്രി ചെലവഴിക്കാനുള്ള കൃപകൾ നൽകി അനുഗ്രഹിക്കുമാറാകണമേ. തുടർന്നുള്ള തിരുപ്പട്ടം വരെയുള്ള ഒരു മുഹൂർത്തവും ഞങ്ങളുടെ പ്രാർത്ഥനകളാൽ ഈ പൗരവും ജയമോന്റെ ഹൃദയവും വിശുദ്ധീകരിക്കപ്പെടട്ടെ. മേമാതാവി കുടുംബത്തിന്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവിശ്വം ശിക്ഷായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹം പാവനം പരമോന്നതം പരിപൂജിതം യേശുവേൻ ഹൃദയരാഗം നിന്റെ തിരുനാമം. നിന്റെ ഗേഹം ശാശ്വതം അതിമോഹനം കൃപദായകം മോഹമായൻ മനസ്സിനുള്ളിൽ വന്നു സുരലോകം. ആത്മാവിലെന്നും പെയ്തിറങ്ങും തേന്മഴ കടലൊരുക്കാൻ സ്വർഗത്തിൽ നിന്നും എന്നരികിൽ വന്ന മേഘമേ നിന്റെ സ്നേഹം ആത്മാവിലെന്നും പെയ്തിറങ്ങും
കോവിലായി മാറ്റാം. ദേവാ നീ എന്നെന്നും എന്നുള്ളിൽ വാഴാൻ ഒരു സ്നാപകനായി എന്നെ മാറ്റാൻ, മനം കോവിലിൻ കോവിലായി മാറ്റാം. ഭൂമിയിൽ നിന്നെ സ്തുതിക്കുവാനായി വാർത്തൊരീ മൺവീണയെ സ്വർഗത്തിൽ നിന്റെ സ്തുതിയൊരുക്കും ദാവീദ് പോലായി മാറ്റണേ. തണലൊരുക്കാൻ സ്വർഗത്തിൽ നിന്നും എന്നരികിൽ വന്ന മേഘമേ, നിൻ ദിവ്യ സ്നേഹം ആത്മാവിലെന്നും. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. വിനീതനായി യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയാ ഗീതി പാടിടുവിൻ. യെരൂശലേമിൻ രക്ഷകനായവൻ ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. പാപിക്കും രോഗിക്കും സൗഖ്യവുമായി, അന്ധനും ബധിരനും മോചനമായി, തളർന്നു പോയ മനസ്സുകളിൽ പുതു ഉത്ഥാനത്തിൻ ജീവനായി. പാപിനി മറിയത്തെ പോലെ നീ പാപങ്ങളെ ചൊല്ലിടുകിൽ, ജീവൻ നിന്നിൽ ചൊരിഞ്ഞിടും, കൺമണിയായി കാത്തിടും. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ
ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണെൻ്റെ ആശ. ഏതോ ഒരമ്മ തൻ കയ്യാൽ അന്നു രൂപം ലഭിച്ചോരപ്പം നിൻ കയ്യിൽ കുർബാനയായി നീ വാഴ്ത്തി മുറിച്ചു വിളമ്പി. ഏതോ ഒരമ്മ തൻ കയ്യാൽ അന്നു രൂപം ലഭിച്ചോരപ്പം നിൻ കയ്യിൽ കുർബാനയായി നീ വാഴ്ത്തി മുറിച്ചു വിളമ്പി. നാഥായൻ ദേഹമാം അപ്പത്തെ അവിടന്ന് ആശീർവദിച്ചേക്കിടണേ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണെൻ്റെ ആശ. പകുത്തേകും നേരം നിന്റെ നെഞ്ചിൻ്റെ നേരും നീ ചേർത്തു. കാസ പകർന്നേകും നേരം നിന്റെ ജന്മത്തിനർത്ഥം നീ ഓർത്തു. അപ്പം പകുത്തേകും നേരം നിന്റെ നെഞ്ചിൻ്റെ നേരും നീ ചേർത്തു. കാസ പകർന്നേകും നേരം നിന്റെ ജന്മത്തിനർത്ഥം നീ ഓർത്തു. താതന്റെ സ്വപ്നത്തെ അത്താഴമേശയിൽ പ്രാണൻ പകർന്നു നീ കാത്തു. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണെൻ്റെ ആശ. ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ തിരുമുൻപിൽ
അലിവോടെ എന്നെ തൊടേണേ. അതുമാത്രമാണെൻ്റെ ആശ. അലിവോടെ എന്നെ തൊടേണേ. അതുമാത്രമാണെൻ്റെ ആശ. സഹോദരീ സഹോദരന്മാരെ, ക്രിസ്തുവാകുന്ന ഏക ശരീരത്തിലെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ നമുക്കായി ഭാഗിച്ചു തരുന്നവരാണ് ഓരോ പുരോഹിതനും. അതോടൊപ്പം പുരോഹിതൻ ബലിയർപ്പകനുമാണ്. സ്വന്തം ജീവിതത്തെ തന്നെ ബലിയായി അർപ്പിച്ചുകൊണ്ട് ഏവരെയും ഒരേ ആത്മാവിൽ ഏക ശരീരമാക്കാൻ ഡീക്കൻ ജയ്മോൻ പെരേപ്പാടനിത കടന്നു വരുന്നു. തിരുപ്പട്ടമെന്ന കൂദാശയിലൂടെ ഡീക്കൻ ജയ്മോൻ ഇതിനായിട്ടാണ് യേശു വിളിക്കുന്നത്. സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു സുദിനമാണ് ഇന്ന്. നമ്മുടെ പ്രിയപ്പെട്ട ജയ്മോൻ പെരേപ്പാടൻ ശമാശൻ ഇടവകയിൽ നിന്നും ദൈവജനത്തിന് ശുശ്രൂഷയ്ക്കായി പുരോഹിതനായി ഉയർത്തപ്പെടാൻ പോവുകയാണ്. ഡീക്കൻ്റെ കുടുംബാംഗങ്ങൾക്കും ഇന്ന് ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സുദിനമാണ്. പിന്നീട് അനേക വർഷങ്ങൾ പരിശീലനത്തിൻ്റെ പാതയിലൂടെ പുത്തൻ പ്രതീക്ഷകളുമായി അദ്ദേഹം നീങ്ങുകയായിരുന്നു. തങ്ങളുടെ പ്രിയപുത്രനെ ദൈവത്തിന് സമർപ്പിച്ച ഡീക്കൻ്റെ അമ്മയും ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ഡീക്കൻ്റെ അപ്പനും പരിശുദ്ധമായ ആഗ്രഹത്തോടെ പ്രാർത്ഥനാനിരതരായി കഴിയുകയായിരുന്നു. തെക്കൻ താണശ്ശേരി ഇടവകയിലെ ദൈവജനം മുഴുവനും അവരോടൊത്ത് പ്രാർത്ഥിച്ച് ഈ സുന്ദര ദിനത്തിനു വേണ്ടി കാത്തിരുന്നു. ഇന്നിതാ ആ മോഹന പ്രതീക്ഷകളെല്ലാം പൂണിക്കുകയാണ്. ഡീക്കൻ ജയ്മോൻ തെക്കൻ താണശ്ശേരി സെന്റ് സേവ്യർ ഇടവക പെരേപ്പാടൻ വർഗീസ് ആനി ദമ്പതികളുടെ മകനായി 1991 ഫെബ്രുവരി 28 ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം കൂഴൂർ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. തുടർന്ന് ഇടുക്കി പള്ളോട്ടി സദൻ മൈനസെമിനാരി പരിശീലനത്തിന് ശേഷം തിരുവനന്തപുരം പള്ളോട്ടിഗിരിയിൽ +2 പഠനവും ഇടുക്കി പള്ളോട്ടി സദനിൽ നോവിഷ്യേറ്റും ഡിഗ്രി പഠനം നാഗ്പൂരിലെ ഫ്രാൻസിസ് ഡി സെയിൽസ് കോളേജിലും സെൻറ്റ് ചാൾസ് സെമിനാരിയിൽ ഫിലോസഫിയും അരുണാചൽ പ്രദേശിൽ റീജൻസിയും തുടർന്ന് മൈസൂർ പ്രബോധന മേജർ സെമിനാരിയിൽ തിയോളജി പഠനവും പൂർത്തിയാക്കി. ഇനിതാ ഡീക്കൻ ജയ്മോൻ ദൈവകൃപയാൽ തിരുപ്പട്ടം എന്ന കൂദാശ സ്വീകരിക്കുവാൻ ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മെൽവിൻ ഏക സഹോദരനോടും
ഡീകൻ ഷീമോനെ കുടുംബാംഗങ്ങളോട് ചേർന്ന് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യാം. വളരെയേറെ ഹൃദയസ്പർശിയായ ഒരു കർമ്മത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. പുരോഹിതാക്കിയുടെ അമ്മയും സ്നേഹമുള്ള ചേട്ടനും തങ്ങളുടെ പ്രിയപ്പെട്ട ജയമോനെ സഭാസേവനത്തിനായിട്ട് സമർപ്പിക്കാൻ പോകുന്നു. അവർ തങ്ങളുടെ വാത്സല്യം നിറഞ്ഞ ജയമോന്റെ കൈകൾ കഴുകി ശുദ്ധമാക്കി ഇരുകരങ്ങളും ശിരസിൽ വെച്ച് അനുഗ്രഹിച്ച് ബലിയായി ദൈവത്തിന് ഇപ്പോൾ സമർപ്പിക്കുകയാണ്. പിതാവേ, പള്ളോട്ടയിൽ വാഗപ്പോ പ്രൊവിൻഷ്യൽ ഫാദർ വർഗീസ് പുല്ലൻ, മറ്റ് പള്ളോട്ടയിൽ ഫാദേഴ്സ്, സ്നേഹമുള്ള ഇടവക്കാരായിരിക്കുന്ന വൈദികരെ, സ്നേഹമുള്ള മറ്റ് സഹോദര വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇന്ന് തിരുപ്പട്ടം സ്വീകരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡീക്കൻ ജയമോൻ പെരേപ്പാടൻ, സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, തെക്കന്താണിശ്ശേരി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിനമാണ്. ഇതുപോലൊരു ദിനം നമുക്ക് ഡിസംബർ 30-ാം തീയതി ഉണ്ടായിരുന്നു. ഫെബിൻ കൊടിയൻ്റെ പട്ടം തിരുപ്പട്ട സ്വീകരണ അവസരമായിരുന്നു. അതിനുശേഷം ഇന്ന് ഇതധികം താമസിയാതെ ഏപ്രിൽ 11-ാം തീയതി ഒരുങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജയമോൻ ഡീക്കൻ ജയമോൻ്റെ പട്ടം ഇന്ന് സന്തോഷപ്രദമായി അനുഗ്രഹീതമായി നിമിഷത്തിൽ നടക്കുകയാണ്. ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ കർമ്മം വളരെ അനുഗ്രഹപ്രദമാക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. അഭിമന്യ പിതാവാണ് ജയമോന് പട്ടം കൊടുക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ഡിസംബറിലും അഭിമന്യ പിതാവ് തന്നെയാണ് പട്ടം കൊടുത്തത്. ഈ അവസരത്തിൽ നല്ല ചൂടുള്ള ഈ കാലാവസ്ഥയിൽ ചൂടെല്ലാം സഹിച്ചുകൊണ്ട് ഈ വലിയ ദീർഘമായ കർമ്മത്തിന് എത്തിച്ചേരാൻ നല്ല മനസ്സ് കാണിച്ച
അഭിമന്യപിതാവ് മാർ പോളി കണ്ണൂക്കാടിനെ ഞാൻ സ്നേഹപൂർവ്വം നമ്മുടെ ഈ കർമ്മത്തിലേക്ക്, നമ്മുടെ ഇടവയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയമോഹൻ തെക്കന്താണിശ്ശേരിക്കാരനാണെങ്കിലും 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ഈ വലിയ കർമ്മത്തിലേക്ക് ഒരുക്കിക്കൊണ്ടിരുന്നത് പൊളോട്ടയിൽ സഭാ സമൂഹമാണ്. ആ സമൂഹത്തിൻ്റെ നാഗപ്പൂർ പ്രൊവിൻഷ്യലായിരിക്കുന്ന നമ്മുടെ അടുത്ത നാട്ടുകാരനായിരിക്കുന്ന മാമ്പ്രക്കാരനായിരിക്കുന്ന പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ ഫാദർ വർഗീസ് പുല്ലനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സഹകാർമ്മികരായിട്ടുള്ള എല്ലാ അച്ഛന്മാരെയും, പ്രത്യേകിച്ച് ഈ ഇടവക്കാരായിരിക്കുന്ന അച്ഛന്മാരും ഒപ്പം തന്നെ മുൻ കൊച്ചച്ഛന്മാരും മറ്റ് പൊള്ളട്ടൈൻ ഫാദേഴ്സും എല്ലാവരും സഹകാർമ്മികരായിട്ടുണ്ട്. അവരെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ഗായ സംഘാംഗങ്ങൾ, മറ്റെല്ലാവരെയും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും, പ്രത്യേകിച്ച് ജയമോൻ്റെ മദർ അമ്മച്ചി ആനി ചേച്ചിയും അപ്പച്ചൻ സ്വർഗത്തിലായിരുന്നു. ഇതെല്ലാം സന്തോഷത്തോടെ കാണുന്നുണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ മെൽവിനെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് പാറയിലേശനാണ്. അച്ഛനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതാശംസിച്ചുകൊണ്ട് നമുക്ക് കർമ്മങ്ങളിലേക്ക് സജീവമായിട്ട് കടക്കാം. പ്രാർത്ഥനപൂർവ്വം കടക്കുകയും ചെയ്യും.
ഒഴിവാക്കി അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ സംസ്ഥാന ജയമാൻ പെരേപ്പാടിന് പുരോഹിത പട്ടം നൽകിയ സഭയിൽ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവീശ്വരിക്കണം ഈ ദാസൻ ജയമോനെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അയോഗ്യനായ ഞാൻ ഡീക്കൻ ജയമോൻ പെരേപ്പാട് അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയാൽ മാർ പോളി മെത്രാന്റെ മുൻപാകെ കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീഹായിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാധ്യസ്ഥാനം ശരീരത്തിന്റെ ഉയർപ്പും നിക്കായുസും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധ അധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറ്റപ്പെട്ടതുമായ ദൈവവചനം ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധന അധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവർ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ച് കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തയോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടും വിധേയത്തോടുകൂടി വർദ്ധിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ പുരോഗതി ശുശ്രൂഷ നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന രൂപതയുടെ മെത്രാനെയും പൂർണ്ണ ഹൃദയത്തോടും വിധേയത്തോടും കൂടി അനുസരിച്ച് കൊള്ളാമെന്നും അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതി. നമ്മുടെ കർത്താവ് ശിക്ഷയുടെ സുവിശേഷം എനിക്ക് സാക്ഷ്യമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നിന്നിലുള്ള പാപഭാരങ്ങളുടെ നിശിക നീക്കിക്കളയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും ഇപ്പോൾ
ഇപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. അത് പതിച്ചുപോ ഞങ്ങളെ അങ്ങയുടെ അളവറ്റ കൃപയാൽ സമുദ്ധരിക്കണമേ. ആത്മീയദാനങ്ങൾ പ്രദാനം ചെയ്യുന്ന ദിവ്യരഹസ്യങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടെ പരിഗണനം ചെയ്യുന്നതിനും നീതിയുടെ പ്രവർത്തികളാൽ അവയെ പൂർണ്ണമാക്കുന്നതിനും അങ്ങയുടെ കാരുണ്യാതിരകത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകും. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. ഭവനം എത്ര മനോഹരമാകുന്നു. എന്റെ ഹൃദയവും ശരീരവും ഇവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്നു. പാർക്കുവാൻ
പുതുമഴയാൽ അത് പരിപുഷ്ടമാകുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കണമേ. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അവിടുന്ന് സഹായവും മഹത്വവും നൽകും. പരിശുദ്ധമായി നിയമിക്കുന്നവർക്ക് തന്റെ വരങ്ങൾ നിഷേധിക്കയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ച് കാത്തിരുന്നു. സമാധാനം നമ്മോടുകൂടെ. ശുദ്ധിയുടെ മഹാപുരോഹിതനായ മിശിഹായേ, നിന്റെ ആഗമനത്തോടുകൂടെ സാദൃശ്യങ്ങളും ഉപകരണങ്ങളും ഇല്ലാതായി പഴയ നിയമ ശുശ്രൂഷ ചെയ്തിരുന്ന വംശത്തിന്റെ പൗരോഹിത്യം അവസാനിക്കുകയും പാപങ്ങളും കടങ്ങളും മോചിക്കുന്ന നിന്റെ ആധ്യാത്മിക പൗരോഹിത്യം ആരംഭിക്കുകയും ചെയ്തു. സ്ഥലത്തിന്റെ നാഥനായ കർത്താവേ, നിന്റെ ദാസന്റെ മേൽ ആശിസ്സുകളും അനുഗ്രഹങ്ങളും വർഷിക്കണമെന്ന് നെടുവീർപ്പോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. സന്തോഷത്തോടും വിശുദ്ധിയോടും കൂടി നിന്റെ ബലിപീഠത്തിനു മുമ്പേ നിന്നെ സ്തുതിക്കുവാനും നിന്റെ നാമത്തിന് സ്തുതിയും പുകഴ്ചയും ബലിയായി സമർപ്പിക്കാനും പൗരോഹിത്യ വരങ്ങൾ കൊണ്ട് ഇയാളെ അലങ്കരിക്കണമേ.
ആധ്യാത്മിക വരങ്ങളുടെ നാഥാവായ സ്ഥലത്തിന്റെയും നാഥായ നീക്കം. കാർമികൻ ധൂപം ആശീർവദിക്കുന്നു, ശുശ്രൂഷി മധുപക ധൂപിക്കുന്നു, തുടർന്ന് പുരോഹിതാർത്ഥിയെയും സമൂഹത്തെയും ധൂപിക്കുന്നു. ധൂപിക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹമാകുന്ന തീയിൽ നമ്മുടെ പാപകറകളാവുന്ന കുന്തിരിക്കം വീണ് എരിഞ്ഞടങ്ങി ഇല്ലാതാവുകയും അവിടുന്ന് പ്രാർത്ഥനകൾ ധൂപം പോലെ മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നതിനെയാണ് അത് സൂചിപ്പിക്കുക. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അങ്ങയുടെ മുഖത്വത്തിന് മനുഷ്യവർഗത്തിന്റെ പാവമോചനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപം ഇടരാദ്യമായ ദുർഗത്തിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയുടെ പുരോഹിതന്മാർ നീതിയും വിശുദ്ധന്മാർ മഹത്വവും ധരിക്കും. കൈപിടിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. Ishona
ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. എല്ലാവർക്കും ഇരിക്കാം. വിശുദ്ധ ഗ്രന്ഥ പാരായണം 4 വിശുദ്ധ ഗ്രന്ഥ വായനകളാണുള്ളത്. എന്റെ സഹോദരനെ, നിങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കുകയും പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 3 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പിതാവെ ആശീർവദിച്ചാലും. ദൈവം സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. മോശ തന്റെ അമ്മായിയപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജെത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായ ഹോരബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി. മുൾപ്പടർപ്പ് കത്തിച്ചിരിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ. മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവൻ അത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. മോശ മുഖം മറച്ചു. ദൈവത്തിന്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക്, കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാം. നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം.
ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനം, ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും സമാശ്വാസം നൽകാനും എന്നെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചുപോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവ്വ അവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കും, പരദേശികൾ നിങ്ങളുടെ ഉഴവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരുമാകും. കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും, അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായിരുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും, അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും, നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. കാരണം കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു, കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു. വിശ്വസ്തയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും, അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. പുരോഹിതൻ മിശിഹാദൻ നിർമ്മലമാ
കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുവാൻ ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും ഇടകത്താലും സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം അധ്യായം 5 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പിതാവെ ആശീർവദിച്ചാലും നിന്നെ അനുഗ്രഹിക്കട്ടെ. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവകാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാനും കടപ്പെട്ടിരിക്കുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയില്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയില്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്നു ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്നു തന്നെ രക്ഷിപ്പാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണമാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം അവൻ പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അറിയിച്ച കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടുംതൊഴുത്തിലേക്ക് വാതിൽ കൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിൽ കൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും അവയെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. തനിക്കുള്ളവയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല.
അന്യരുടെ സ്വരമറിയാത്തത് കൊണ്ട് അവ അവരിൽ നിന്ന് ഓടിയകലും. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി ചിന്തയില്ലാത്തവനായതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നു പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനുമാകും. വീണ്ടും എടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്നത് പിടിച്ചെടുക്കുകയില്ല. ഞാനത് സ്വമനസ്സ അർപ്പിക്കുകയാണ്. അതർപ്പിക്കാനും വീണ്ടും എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. എല്ലാവർക്കും ഇരിക്കാം. വൈദിക ധർമ്മത്തെയും ജീവിതത്തെയും പറ്റി അറിയുന്ന പിതാവ് വിശ്വാസികൾക്കും തിരുപ്പട്ടം സ്വീകരിക്കുന്ന വ്യക്തിക്കും പ്രബോധനം നൽകുന്ന നിമിഷങ്ങളാണ് ഇനി. വിശാന്തമായിരുന്ന് അഭിനയ പിതാവിൻ്റെ വചസ്സുകൾ ശ്രവിക്കാം. ആദ്യമേ തന്നെ എല്ലാവരോടും ഈശോ മിശിഹായ്ക്ക് എപ്പോഴും ഒരുപാട് വാത്സല്യത്തോടുകൂടെ അതിലേറെ സന്തോഷത്തോടുകൂടെ ഇന്ന ദിവസം പൗരോഹിത്യം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന ജയ്മോന് ഞാൻ അഭിനന്ദനങ്ങളും ദൈവാനുഗ്രഹവും നേരുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറയുന്ന പോലെ ഞാൻ ജയ്മോനോടും ഓർമ്മിപ്പിക്കുന്ന ഇതാണ്: എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്നാണ് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നത്. എന്തെന്നാൽ നീ സ്വീകരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ആയതിനാൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിൽ നീ ലജ്ജിക്കാനായിട്ട് ഇടവരരുത്. ഞാൻ പ്രാർത്ഥിക്കുന്നതും ജയ്മോൻ ആശംസിക്കുന്നതും നിങ്ങളോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുന്നതിൽ ലജ്ജിക്കാനായിട്ട് ഇടവരരുത്. ഇന്ന് പൗരോഹിത്യം സ്വീകരിക്കുന്ന ജയ്മോന് ഞാൻ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ നേരുകയാണ്. പ്രത്യേകമായിട്ട് ജയ്മോൻ്റെ അമ്മച്ചി ആനിച്ചേച്ചിക്കും അതോടൊപ്പം തന്നെ സഹോദരൻ മെൽവിനും ഞാൻ അഭിനന്ദനങ്ങൾ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ജയ്മോൻ്റെ അപ്പച്ചൻ വർഗീസിയുടെ പാവന സ്മരണയുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിലിരുന്ന് അപ്പച്ചൻ ജയ്മോന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും തമ്പുരാനിൽ നിന്ന് ദൈവാനുഗ്രഹം ചോദിച്ചു വാങ്ങിച്ചു തരികയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അമ്മച്ചിയോടും സഹോദരനോടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇത്രയും നാൾ അമ്മച്ചി
അതുപോലെ മെൽവിനും ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ജയ്മോന് വേണ്ടി നല്ലൊരു പുരോഹിതനായി തീരാൻ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന നിർത്തരുത്. ഇത്രയും കാലം സെമിനാരി പരിശീലനത്തിൻ്റെ വൈദിക പരിശീലനത്തിൻ്റെ ചട്ടക്കൂടിൽ വളരെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോവുകയായി. ഇനി കുറേയും കൂടെ സ്വതന്ത്രമായിട്ട് വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് പൗരോഹിത്യ ശുശ്രൂഷയിലും സമർപ്പണ ജീവിതത്തിലും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന അവന് കരുത്താവണം. അതിന് കൂടുതൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ ഉയർത്തിയ കൈകൾ ഒരിക്കലും താഴാതെ കൂടുതൽ തമ്പുരാൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ സന്നദ്ധമാകണം എന്ന് ഓർമ്മിപ്പിക്കുക. ഞാൻ പള്ളോട്ടയിൽ സമർപ്പിത സമൂഹത്തിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരുകയാണ്. വളരെ പ്രത്യേകമായിട്ട് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ വർഗീസ് പുല്ലനച്ചൻ നല്ലൊരു സുഹൃത്താണ്. അതോടൊപ്പം തന്നെ അയൽവക്ക നാട്ടുകാരനാണ്. ഇരിങ്ങാലക്കുട രൂപതയോട് സ്നേഹമുള്ള വ്യക്തിയാണ് പ്രൊവിൻഷ്യൽ വർഗീസ് അച്ഛനും. അതോടൊപ്പം തന്നെ പള്ളോട്ടയിൽ സമർപ്പിത സമൂഹത്തിൽ എല്ലാവർക്കും കൗൺസിലേഴ്സ്, മറ്റ് അംഗങ്ങൾ എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ആത്മരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോരുത്തരിലുള്ള അപ്പസ്തോലിക വിളിയെ തിരിച്ചറിയാനും ശക്തിപ്പെടുത്തുവാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ചെയ്യുന്ന ശുശ്രൂഷകർക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദിയും അഭിനന്ദനങ്ങളും നേരുന്നു. പ്രത്യേകമായിട്ട് ജയ്മോനെ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് ഇന്ന് പൗരോഹിത്യത്തിനായിട്ട് ഇവിടെ ഒരുക്കി കൊണ്ടുവന്ന അവർക്ക് നന്ദി പറയുന്നതോടൊപ്പം തുടർന്ന് ജയ്മോൻ്റെ ശുശ്രൂഷ സിദ്ധികൾക്കനുസൃതമായിട്ട് സഭാസമൂഹത്തിനും ലോകത്തിനും കൂടുതൽ നന്മ ചെയ്യാൻ സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തിരുനാളിന് ഒരുങ്ങുന്ന ഇടവകയാണ് സൗത്താണിശ്ശേരി. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ വളരെ ആത്മീയമായിട്ടും സാമൂഹ്യമായിട്ടും നടത്തുവാനുള്ള വലിയ ഒരുക്കങ്ങൾ എല്ലായിടത്തും കാണുന്നു. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഞാൻ നേരുകയാണ്. ഇടവക്കാരോട് ഞാൻ ഡിസംബറിൽ കൊടിയനച്ഛൻ്റെ പട്ടത്തിന് വന്നപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഇപ്പോഴും പറയാം. 1050-ലേറെ വീടുള്ള ഇടവകയാണ് സൗത്താണിശ്ശേരി ഇടവക. ഗ്രാമീണ പ്രദേശത്തിൻ്റെ നല്ല തനിമ, കാർഷിക കേരളത്തിൻ്റെ നല്ല തനിമ നിലനിർത്തുന്ന ഇടവകയാണ്. പക്ഷെ എനിക്കൊരു ദുഃഖമുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇവിടെ നിന്ന് അധികം അച്ഛന്മാരൊന്നുമില്ല, 8 അച്ഛന്മാരും. ഇത്രയും വലിയ ഇടവകയിൽ നിന്ന് 8 അച്ഛന്മാർ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ വൈദികരെ ഇടവകയിൽ നിന്നുണ്ടാകണം. വൈദിക വിദ്യാർത്ഥികളായിട്ട് സെമിനാരിൽ ചേരുന്നവരുടെ എണ്ണം കൂടുതലുണ്ട്, പക്ഷെ നിലനിൽക്കുന്നവരുടെ എണ്ണം കുറവാണ്. അപ്പം അതുകൊണ്ട് കൂടുതൽ വൈദിക വിദ്യാർത്ഥികൾ ഇടവയിൽ നിന്നുണ്ടാകണം. അവർ വൈദിക പരിശീലനത്തിൽ നിലനിന്ന് നല്ല വൈദികരാകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പരിശ്രമവും ധാരാളം ഉണ്ടാകണം. അതിന് ഞാൻ മാതാപിതാക്കളോട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കുടുംബങ്ങളിലെ ആത്മീയ ചൈതന്യമാണ് വൈദിക സമർപ്പിത ദൈവവിളികളുള്ളവർക്ക് അതിൽ നിലനിൽക്കാൻ ശക്തി കിട്ടുന്നത്. അതിന് കുടുംബങ്ങൾ വിശുദ്ധി നിറഞ്ഞ കുടുംബങ്ങളാകണം എന്നുള്ള കാര്യം ഞാൻ അവസരത്തെ ഓർമ്മിപ്പിക്കുകയാണ്. സിസ്റ്റേഴ്സ് ഏകദേശം 45 പേര് ഇടവകയിൽ നിന്നുണ്ട്. ഇനിയും സമർപ്പിത ദൈവവിളികൾ കൂടുതലായിട്ടുണ്ടാകണം എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ജോസ് പന്തലുക്കാരനച്ഛനെയും കൊച്ചച്ഛനെയും ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അവർ വളരെ നന്നായിട്ട്, ചാൾസ് അച്ഛനും ജോസച്ചനും വളരെ നന്നായിട്ട് ഈ തിരുപ്പട്ടത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഞാൻ അവസരത്തിൽ നേരട്ടെ. ബഹുമാനപ്പെട്ട ജയ്മോനെ വളരെ വിജയകരമായിട്ട്
വൈദിക പരിശീലനം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട ഫ്രൻഷിലച്ചൻ തൻ്റെ ഡിവിസോറിയൽ കത്തിൽ വളരെ നല്ല അഭിപ്രായത്തോടു കൂടിയാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത്. വിജയകരമായിട്ട് വൈദിക പരിശീലനം പൂർത്തിയാക്കിയ ജയ്മോനെ പൗരോഹിത്യ കൂട്ടായ്മയിലേക്ക് ഞാൻ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യാം. എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് ഈ സന്ദേശമായിട്ട് നൽകാനായിട്ട് ആഗ്രഹിക്കുക. വൈദികരുടെ മധ്യസ്ഥനാണ്, എല്ലാ വൈദികരുടെയും മധ്യസ്ഥനാണ് ആർട്സിലെ ജോൺ മരിയ വിയാനി. അദ്ദേഹത്തിൻ്റെ അജപാലന ശുശ്രൂഷയെക്കുറിച്ച് ഫ്രാൻസിലെ മുഴുവനും കേൾക്കാനായിട്ടിടയായപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തെ തെറ്റായിട്ട് തെറ്റിദ്ധരിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വൈദിക ശുശ്രൂഷയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പാരീസിലെ നോട്ടർഡാം കത്തീഡ്രലിലെ പ്രമുഖനായിട്ടുള്ള വൈദികൻ ലെക്കോൾ ഡ്രൈയറെ അങ്ങോട്ടേക്ക് അയക്കുകയാണ്. അദ്ദേഹം ആർട്സിലെ കൊച്ചു ഗ്രാമത്തിൽ ജോൺ മരിയ വിയാനിയുടെ ശുശ്രൂഷകൾ നിരീക്ഷിക്കാൻ വേണ്ടി എത്തുകയാണ്. ഒരു ദിവസം മുഴുവനും അദ്ദേഹം ആർട്സിൽ ചെലവഴിച്ചു. സ്വതസിദ്ധമായിട്ട് എല്ലാത്തിനെയും നിരീക്ഷിച്ച് അതിനെ വിശകലനം ചെയ്യുന്ന ലെക്കോട്ടയാണ്. തിരിച്ചു വന്നിട്ട് നോട്ടർഡാം കത്തീഡ്രലിലെ തൻ്റെ സഹപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം കൊടുത്ത് ഇങ്ങനെയാണ്: I went to see a man there, but I have seen God in him. I went to see a man there, but I have seen God in him. ഞാനൊരു മനുഷ്യനെ കാണാനാണ് അവിടെ പോയത്. ഞാനവിടെ ജോൺ മരിയ വിയാനിയുടെ ശുശ്രൂഷയെ നിരീക്ഷിച്ചപ്പോൾ I have seen God in him. ഞാൻ അവനിൽ ദൈവത്തെ കാണാനായിട്ട് ഇടയായി. ജയ്മോൻ പൗരോഹിത്യം സ്വീകരിച്ച് ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ആശംസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അഭ്യർത്ഥിക്കുന്നതും ഇത് തന്നെയാണ്. ജയ്മോന്റെ ശുശ്രൂഷകളിൽ, ജയ്മോന്റെ സമർപ്പിത ജീവിതത്തിൽ മറ്റുള്ളവർക്ക് തമ്പുരാനെ കാണാനായിട്ട് കഴിയണം. ഇത് ഞാൻ പറയുമ്പോൾ ജയ്മോന്റെ മാത്രം കാര്യത്തിലല്ല, പൗരോഹിത്യ ശുശ്രൂഷയിലായിരിക്കുന്ന ഞങ്ങളുടെ കാര്യത്തിലും, സമർപ്പിത ജീവിതത്തിലായിരിക്കുന്ന സമർപ്പിതരുടെ കാര്യത്തിലും, കുടുംബജീവിതത്തിലായിരിക്കുന്ന അൽമായരുടെ കാര്യത്തിലും ഇത് വളരെ പ്രകടമാകണം. We have to see God in us. ദൈവത്തെ നമ്മിലൂടെ കാണാൻ കഴിഞ്ഞാൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം ധന്യമായി എന്ന് നമുക്കറിയാം. ഇതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ സമർപ്പിത വർഷത്തില് സമർപ്പിതരോട് പറഞ്ഞ 5 കാര്യങ്ങൾ, അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട 5 കാര്യങ്ങളാണ്. എന്നിട്ട് പാപ്പ പറഞ്ഞു, സുവിശേഷത്തിന്റെ ആനന്ദം നമ്മിൽ എല്ലാവരിലും പ്രകടമാക്കാനായിട്ട് കഴിയണം. അതിന് ഈ 5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കേണ്ടായി. ഒന്നാമത്തെ കാര്യം, ഗുരുപാദങ്ങളിൽ നിന്ന് ദർശനങ്ങൾ സ്വീകരിക്കണം, ഗുരുപാദങ്ങളിൽ നിന്ന് ശക്തി സ്വീകരിക്കാനായിട്ട് കഴിയണം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചതാണ്, ജീവിതത്തിലെ പ്രതിസന്ധികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അഴിക്കാൻ പറ്റാത്ത കുരുക്കുകളിലൂടെ കടന്നു പോകേണ്ട നിമിഷങ്ങൾ ഉണ്ടാകും. പരിഹരിക്കപ്പെടാൻ പറ്റാത്ത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. ഉത്തരം കണ്ടെത്താത്ത ചോദ്യങ്ങളുടെ മുമ്പിൽ നിർനിമേഷരായിട്ട് നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോഴൊക്കെ ഡോണ്ട് ഫോർഗെറ്റ് ടു ട്രസ്റ്റ് ഇൻ ഗോഡ്. ഈ സക്രാരിയില് തമ്പുരാനിൽ ആശ്രയിക്കാനുള്ള മനസ്സ് ഉണ്ടെങ്കിൽ ഹി വിൽ ബി ദ ആൻസർ, ഹി വിൽ ബി ദ സൊല്യൂഷൻ എന്നുള്ള കാര്യം മറക്കരുത്. തമ്പുരാനിൽ ആശ്രയിക്കാൻ, തമ്പുരാന്റെ കരുത്ത് കണ്ടെത്താൻ സാധിക്കണം. ഇന്ന് ഒരു തെറ്റായിട്ടുള്ള ചിന്താഗതി നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ വളർന്നു വരുന്നുണ്ട്. ഒരു സ്യൂഡോ സ്പിരിച്വാലിറ്റി എന്ന് തന്നെ വിശേഷിപ്പിക്കും. പ്രവൃത്തി തന്നെ, ജോലി തന്നെ പ്രാർത്ഥനയാണെന്ന് കരുതി പ്രാർത്ഥന ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തെറ്റിദ്ധരിക്കുന്നവരേറെ പേര്. ജോലി തന്നെ പ്രാർത്ഥന, ജോലിയുടെ തിരക്കിന് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ,
ജോലി തന്നെ പ്രാർത്ഥനയാണല്ലോ എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. നോ, പ്രാർത്ഥനയ്ക്ക് there is no other substitute. രണ്ടാമത്തേത്, ലോകത്തെ ഉണർത്തുന്നവരായിരിക്കണം ഞാൻ നിങ്ങളും ഒക്കെ. അതിന് സുവിശേഷത്തിൽ ഈശോയെ കണ്ടെത്താൻ, സുവിശേഷത്തിൽ ഈശോയെ മനനം ചെയ്യാൻ, സുവിശേഷത്തിൽ ഈശോയെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചാലേ നമുക്ക് ലോകത്തെ ഉണർത്തുന്നവരായി മാറാൻ കഴിയും. ഇല്ലെങ്കിൽ ലോകത്തിന്റെ അപച്യുതികളെ മാറ്റാനായിട്ട് കടന്നു വരുന്ന ക്രിസ്തീയ ശിഷ്യത്വം സ്വീകരിച്ച ഞാൻ നിങ്ങളും ഒക്കെ ഈ അപച്യുതികളാൽ സ്വാധീനം ചെലുത്തപ്പെട്ട് തകർന്ന തരിപ്പണമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. ഈ അവസരത്തില് തെക്കന്താണിശ്ശേരി ഇടവകയില് ഇന്ന് ജയ്മോൻ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകാൻ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് കൂടുതൽ ഉത്തേജനം നൽകാൻ സഹായകരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കും ഈ നല്ല ദിനത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട്, ജയ്മോന് എല്ലാ ആശംസകളും പ്രാർത്ഥനയും നേർന്നുകൊണ്ട്, ഈശോ മിശിഹായ്ക്ക് എപ്പോഴും എപ്പോഴും പ്രാർത്ഥനയിലൂടെ നമുക്ക് തിരുക്കർമ്മം തുടരുകയും ചെയ്യാം.